വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്തുകൊണ്ട് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനം ആര്യസമാജം, ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളിൽ ഒന്നായ വോയിസ് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് ദാദാഭായ് നവറോജി, ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് റാഷ് ബിഹാരി ബോസ്. 1920-ലെ നിസ്സഹകരണ സമരകാലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? നികുതി നൽകുക. 1942-ൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ബഹുജന പ്രസ്ഥാനം ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2012 മുതൽ 2017 വരെ. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ രാധാകൃഷ്ണ കമ്മീഷൻ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് സമർപ്പിക്കുന്ന തലം ഏതാണ്? ബ്ലോക്ക് പഞ്ചായത്ത്. കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ചക്ക. കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ. കേരളത്തിലെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാർ. കേരളത്തിലെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. കേരള സംസ്ഥാനത്തെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. കേരള സർക്കാരിന്റെ കമ്മ്യൂണിറ്റി പോലീസ് സംരംഭം ജനമൈത്രി സുരക്ഷ. കേരളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്? തലശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി ഇപ്പം OR കേളു ആണ്. കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് പഴശ്ശിരാജ. ആത്മവിദ്യാസംഘത്തിന്റെ സ്ഥാപകൻ വാഗ്ഭടാനന്ദൻ. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. 1930-ലെ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി K. കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിച്ച സ്ഥലം പയ്യന്നൂർ. ദൈവദശകം എന്ന കൃതി രചിച്ച സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമല്ലാത്തത് അന്താരാഷ്ട്ര സർവീസ്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനം പൗരന്മാർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളുടെ പട്ടിക ഉൾപ്പെടുത്തി 1928-ൽ തയ്യാറാക്കിയ ഭരണഘടനാ സമാനരേഖ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. താഴെ പറയുന്ന ആശയങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന 1, 3, 4 ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നയരൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണിവ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചതുമായ അവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരന്മാരുടെ മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്തത് 1976-ൽ നടന്ന 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇത് ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് ഉൾപ്പെടുത്തിയത്? ഭാഗം 4A. ഇന്ത്യയുടെ മാരക രേഖാംശം 82.5° കിഴക്ക് രേഖാംശം. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹം ലക്ഷദ്വീപ്. പശ്ചിമഘട്ടവും പൂർവഘട്ടവും തമ്മിൽ ചേരുന്ന ഭാഗം നീലഗിരി കുന്നുകൾ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനനയം പ്രഖ്യാപിച്ച വർഷം 1952. കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവ് പെരിയാർ. വന്യജീവി സംരക്ഷണ നിയമം 1972 പ്രകാരം ഏത് സ്കെഡ്യൂളിൽ പെടുത്തിയാണ് കാട്ടുപോത്ത് അഥവാ ഇന്ത്യൻ ഗോൾ സംരക്ഷിക്കപ്പെട്ടുവരുന്നത്? സ്കെഡ്യൂൾ 1. വനങ്ങൾ പരിപാലിക്കപ്പെടുന്നതിന് തയ്യാറാക്കപ്പെട്ട വർക്കിംഗ് പ്ലാനിന്റെ കാലാവധി 10 വർഷം. ആഗോളതാപനം ഉണ്ടാക്കുന്ന ഹരിതഗൃഹ വാതകങ്ങളിൽ ഉൾപ്പെടാത്ത വാതകം ഓക്സിജൻ. ഇന്ത്യയിലെ ആദ്യ തേക്ക് പ്ലാന്റേഷനായ കനോലി പ്ലോട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നിലമ്പൂർ. കാട്ടുതീ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വനത്തിനുള്ളിലും അതിർത്തികളിലും തെളിയിക്കുന്ന ഫയർ ലൈനിന്റെ വീതി എത്രയാണ്? 5.2 മീറ്റർ.
കേരളത്തിൽ പശ്ചിമഘട്ട മലനിരകളിൽ ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകുന്ന നദി കബനി. കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഇരവികുളം. കേരളത്തിലെ ഇലപൊഴിയും ആർദ്രവനങ്ങളിൽ കാണുന്ന വൃക്ഷങ്ങളാണ് മരുത്, വീട്ടി, തേക്ക്. വന്യജീവി സംരക്ഷണ നിയമം 1972 ഷെഡ്യൂൾഡ് 1-ൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കുന്ന വന്യമൃഗങ്ങളാണ് ആന, കാട്ടുപോത്ത്, കടുവ. ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 5. കേരളത്തിലെ വനങ്ങളിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന വനവിഭാഗം ഇലപൊഴിയും ആർദ്രവനങ്ങൾ. തേക്ക് പ്ലാന്റേഷനുകൾ വച്ചുപിടിപ്പിക്കുന്നതിന് കേരളത്തിൽ വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന നടീൽ വസ്തു റൂട്ട് ട്രെയിനർ തൈ. വനമേഖലകളിൽ മണ്ണ് ജല സംരക്ഷണത്തിനായിട്ട് താഴെ പറയുന്നവ നിർമ്മിക്കുന്നു: മഴക്കുഴികൾ, ഗള്ളി പ്ലഗിംഗ്, ചെക്ക് ഡാമുകൾ. കേരളത്തിലെ ഗോത്രവർഗ വിഭാഗങ്ങളാണ് ചോലനായ്ക്കർ, കാടർ. ആദിവാസി വനാവകാശ നിയമം 2006 പ്രകാരം രൂപീകരിക്കപ്പെടേണ്ട കമ്മിറ്റിയാണ് ഫോറസ്റ്റ് റൈറ്റ്സ് കമ്മിറ്റി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസി ജനസംഖ്യയുള്ള ജില്ല വയനാട്. ആദിവാസി വനാവകാശ നിയമം 2006 പ്രകാരം വനവാസി സമൂഹങ്ങൾക്ക് വനത്തിനകത്ത് നിന്നും തടിയേതര വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനുള്ള അവകാശം സാമൂഹിക വനാവകാശം. വനസംരക്ഷണ അതോറിറ്റിയുടെ സമിതിയുടെ ജനറൽ ബോഡി യോഗത്തിൽ ഹാജർ നില ആകെ അംഗങ്ങളുടെ 1/3. വന്യജീവി ആക്രമണം മൂലം അപകടം സംഭവിക്കുന്ന അവസ്ഥയിൽ ചികിത്സാ ധനസഹായമായി നിലവിൽ അനുവദിക്കുന്ന പരമാവധി തുക 1,00,000 രൂപ. മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിന്റെ ഭാഗമായി വനാതിർത്തികളിൽ നിർമ്മിക്കുന്നത് സൗരോർജ വേലി, ആന പ്രതിരോധ കിടങ്ങ്, റെയിൽ ഫെൻസിംഗ്. തീപ്പെട്ടിക്കൊള്ളിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മരം ഇലവ്. കൈസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്ന രോഗം പരത്തുന്നത് കുരങ്ങ്. പങ്കാളിത്ത വനപരിപാലനത്തില് വനസംരക്ഷണ സമിതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കുവാനുള്ള ജനറൽ ബോഡി യോഗത്തിൽ ആരായിരിക്കും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ? റേഞ്ച് ഓഫീസർ. വനവികാസ ഏജൻസിയുടെ ചെയർപേഴ്സൺ ഏത് അധികാര സ്ഥാനത്തുള്ള ഉദ്യോഗസ്ഥനാണ്? കൺസർവേറ്റർ. ആദിവാസികളിലെ കുറുമ്പ വിഭാഗം കേരളത്തിലെ ഏത് ജില്ലയിൽ മാത്രമാണ് കണ്ടുവരുന്നത്? പാലക്കാട്. താഴെ പറയുന്ന ഏത് ജീവിയിൽ നിന്നുള്ള ആക്രമണത്തിൽ മരിച്ചാൽ ആണ് 1980-ലെ റൂൾസ് ഫോർ കോമ്പൻസേഷൻ ടു ദി വിക്ടിം ഓഫ് വൈൽഡ് ലൈഫ് അറ്റാക്ക് പ്രകാരം നഷ്ടപരിഹാരത്തിന് അർഹത ഇല്ലാത്തത്? തേനീച്ച. പങ്കാളിത്ത വനപരിപാലനത്തിൽ വനസംരക്ഷണ സമിതികൾക്ക് അംഗീകാരം രജിസ്ട്രേഷൻ നൽകുന്ന അധികാരി DFO. ആദിവാസി വനാവകാശ നിയമം 2006 പ്രകാരം വികസന ആവശ്യങ്ങൾക്ക് വനഭൂമി നൽകുവാൻ അധികാരപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥൻ DFO. കേന്ദ്ര വനസംരക്ഷണ നിയമം ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഏത് വർഷത്തിലാണ് പ്രാബല്യത്തിൽ വന്നത്? 1980. കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ബുദ്ധമയൂരി. 1952 ഇന്ത്യയിൽ വംശനാശം സംഭവിച്ചതായി പ്രഖ്യാപിക്കപ്പെട്ട ജീവി ചീറ്റ. വൈൽഡ് ആസ് സാങ്ച്വറി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്. കേരളത്തിൽ അവസാനമായി രൂപീകരിച്ച വന്യജീവി സങ്കേതം കരിമ്പുഴ. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവികുളം. താഴെ പറയുന്നവയിൽ കേരളത്തിലെ തദ്ദേശീയ സസ്യം അല്ലാത്തത്? യൂക്കാലിപ്റ്റസ്. കേരളത്തിലെ സ്വാഭാവിക വനങ്ങളുടെ പുനഃസ്ഥാപന നയരേഖ അംഗീകരിച്ച വർഷം 2021. ഒരു മരത്തിന്റെ വിത്തുൽപാദന ശേഷിയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ: മരത്തിന്റെ പ്രായം, മരത്തിന്റെ ആരോഗ്യം, കാലാവസ്ഥ. വനത്തോട്ടം നിർമ്മിച്ച് ആദ്യ വർഷങ്ങളിൽ വനവിളയോടൊപ്പം കാർഷിക വിളകൾ കൂടി വളർത്തുന്ന രീതി ടോങ്കിയ. കേരളത്തിൽ കണ്ടുവരുന്ന ഒരു അധിനിവേശ സസ്യം കൊങ്ങിണി. കൃത്രിമ പുനരുൽഭവത്തിന്റെ ഉദ്ദേശ്യങ്ങൾ: സ്വാഭാവിക പുനരുൽഭവത്തിന് അനുബന്ധമായി വനഭൂമിയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, പ്രത്യേക ആവശ്യങ്ങൾക്കുള്ള വിഭവങ്ങൾ ഉൽപാദിപ്പിക്കുവാൻ.
മൂലപ്രസാരകം വഴി പുനരുത്ഭവം സാധ്യമാകുന്ന വൃക്ഷം ചന്ദനം. കേരള ഫോറസ്റ്റ് സീഡ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് പീച്ചി. തേക്ക് വളർത്തുന്നതിനായി സ്റ്റെമ്പ് നടുന്ന രീതി വിജയകരമായി വികസിപ്പിച്ചെടുത്ത വ്യക്തി ടി.എഫ്. ബോർഡിലൺ. ദൃഢദാരു വൃക്ഷത്തിന് ഉദാഹരണമാണ് തേക്ക്.